വിക്രമാദിത്യ മഹാരാജാവിനോട് വേതാളത്തിന്റെ അടുത്ത കഥയായിരുന്നു ചന്ദ്രവദനയെ പറ്റിയുള്ളത്. ചന്ദ്രവദന എന്നു പേരായ ശൂദ്രസ്ത്രീയും ഒരു ബ്രാഹ്മണ യുവാവും തമ്മിൽ അനുരാഗബദ്ധരായിരുന്നു. സ്ത്രീയുടെ മാതാപിതാക്കൾ അവളുടെ ഇഷ്ടം നോക്കാതെ അവളെ സ്വജാതിയിലുള്ള മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരുന്നില്ല. എപ്പോഴും ചിന്താലസത, മൗനദുഃഖം കൊണ്ട് അവൾ നീറി. തനിക്ക് പ്രിയങ്കരനായ ബ്രാഹ്മണ യുവാവിന്റെ വിരഹം സഹിക്കാൻ വയ്യാതെ ശൂദ്രസ്ത്രീ ആദി കൊണ്ട് മരണമടഞ്ഞു. ബ്രാഹ്മണ യുവാവും വേർപാടിന്റെ വേദനകളുടെ തീച്ചൂളയിലായിരുന്നു. ചന്ദ്രവദനയുടെ മരണവാർത്തയറിഞ്ഞതോടെ അയാൾ മേൽക്കുമേൽ ദുഃഖിതനായി. അങ്ങനെ അല്പാൽപമായി ഉരുകി അയാളും വേഗത്തിൽ മൃതിയടഞ്ഞു. ചന്ദ്രവദനയുടെ അകാല മരണം അവളുടെ ഭർത്താവിനെയും വല്ലാതെ നോവിപ്പിച്ചു കളഞ്ഞു. അധികം വൈകാതെ അയാളും മരിച്ചു. വേതാളത്തിന്റെ ചോദ്യം: രാജാവേ, ഇതിൽ ആരുടെ മരണമാണ് മഹനീയമായത്? അന്യോന്യം സ്നേഹിച്ചവർ മരിച്ചത് അനുരാഗത്തോടു കൂടിയാണ്. ഇക്കഥകൾ ഒന്നും അറിയാതെ മരിച്ച ഭർത്താവിന്റെ മരണമാണ് മഹനീയമായത് എന്ന് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം മുരുക്കുമരത്തിലേക്ക് യാത്രയായി. വീണ്ടും പിടിച്ച് തോളിലേറ്റി കൊണ്ടുവരികയായിരുന്ന വേതാളം വിക്രമാദിത്യനോട് പുതിയൊരു കഥ ആരംഭിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞ് സഞ്ജീവനി മന്ത്രം മുതലായവയും പഠിച്ച് തിരിച്ചു വന്നിരുന്ന 4 ബ്രാഹ്മണ കുമാരന്മാർ വഴിയിൽ ഒരു പുലിയുടെ ശവം കിടക്കുന്നത് കണ്ടു. തങ്ങളുടെ വിദ്യാബലം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ പുലിയെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരാൾ അസ്ഥികളും കുടലുകളും ഉണ്ടാക്കി, അപരൻ ശരീരത്തിന് വേണ്ടതായ മാംസമുണ്ടാക്കി, മൂന്നാമൻ അവയവങ്ങളുണ്ടാക്കി, നാലാമൻ അതൊരു പുലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ജീവിപ്പിച്ചു. ജീവൻ ലഭിച്ച പുലി അവരെ ഹിംസിക്കുന്നതിന് ആഞ്ഞെടുത്തു. പക്ഷേ ബ്രാഹ്മണകുമാരന്മാർ ആയുധം ഉപയോഗിച്ച് അതിനെ കൊന്നു. അത്രയും പറഞ്ഞ് വേതാളം ചോദിച്ചു: ഇവരിൽ ആരാണ് അപരാധി? ദുഷ്ടജന്തുവാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ജീവൻ കൊടുത്ത 4ാമത്തെ കുമാരനാണ് അപരാധി എന്ന് വിക്രമാദിത്യന്റെ മറുപടി കിട്ടിയപ്പോൾ വേതാളം സ്വതന്ത്രനായി മുരുക്കുമരത്തിലേക്ക് തിരിഞ്ഞോടി. ഒരു ബ്രാഹ്മണനെ കുറിച്ചായിരുന്നു വേതാളത്തിന്റെ അടുത്ത കഥ. ബ്രാഹ്മണന്റെ സുന്ദരിയായ നവപത്നിയെ അവളുടെ മാദക സൗന്ദര്യത്തിൽ മതിമയങ്ങിയ ഒരു രാക്ഷസൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. പ്രിയതമയെ തിരക്കി പുറപ്പെട്ട ബ്രാഹ്മണന് അടുത്തുള്ള അഗ്രഹാരത്തിൽ നിന്നും മൃഷ്ടാന്ന ഭോജനവും കൊണ്ടുപോകാൻ പൊതിച്ചോറും കിട്ടി. നടന്ന് ക്ഷീണിച്ച് പടർന്നു പന്തലിച്ച ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് അയാൾ ഊണ് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പരുന്ത് ഒരു സർപ്പത്തെ കുത്തിക്കൊണ്ടുവന്ന് അയാളുടെ തലയ്ക്ക് മുകളിലെ ആലിൻ കൊമ്പിലിരുന്ന് തിന്നുവാൻ തുടങ്ങി. പാമ്പിന്റെ മാരകമായ വിഷം ബ്രാഹ്മണന്റെ ചോറിൽ വീണത് അയാൾ അറിഞ്ഞില്ല. വിഷം കലർന്ന ചോറുണ്ടതിനാൽ അയാൾ മരിച്ചുപോയി. വേതാളത്തിൽ നിന്നും ചോദ്യം വന്നു: രാജാവേ, ഇതിന്റെ പാപം ആർക്കാണ്? ബ്രാഹ്മണന് പൊതിച്ചോറ് കൊടുത്തവനും ഗരുഡനും പരദ്രോഹം ചെയ്തിട്ടില്ല. അതിനാൽ അതിനെപ്പറ്റി പറഞ്ഞവർക്കാണ് പാപം എന്നുള്ള വിക്രമാദിത്യന്റെ മറുപടി കേട്ട വേതാളം തന്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിപ്പോയി.